അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിൽ ഇപ്പോൾ ഈ കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് ഇറങ്ങിയ ഒരു ഫോമാണല്ലോ SIR ഫോം. ഈ ഒരു ഫോം പൂരിപ്പിക്കാനായിട്ട് നമ്മൾ എല്ലാവരും ഓട്ടം ഓടുന്നുണ്ട്. നമുക്കാകെ ബേജാറ്, ഇതെങ്ങാനും തെറ്റിപ്പോയാൽ ഇന്ത്യയിൽ നമുക്ക് പൗരത്വം കിട്ടുകയില്ലല്ലോ, ഇന്ത്യയിൽ നിന്ന് നമ്മൾ പുറത്താക്കുമോ എന്നുള്ള ഒരു ബേജാറ്. നമുക്ക് അതിനെ തൊട്ട് ഒരുപാട് ടെൻഷൻ അടിക്കുകയും അതാകെ ബേജാറായിട്ട് ആ ഒരു ഫോമും എടുത്ത് നമ്മൾ നെട്ടോട്ടം ഓടി പൂരിപ്പിക്കുകയും ചെയ്യുന്ന തിരക്കിലാണല്ലോ. എങ്കിൽ നിങ്ങളൊരു കാര്യം ഓർക്കുക, നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തായാലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ ഒരു ഫോം നിങ്ങളുടെ ജീവിതത്തിൽ പൂരിപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ ഈ ഒരു ഇന്ത്യയിൽ താൽക്കാലിക ജീവിതമാണ്. ഈ ഒരു ഇന്ത്യയിൽ നമുക്ക് പൗരത്വം കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ഏത് നിമിഷവും നമ്മൾ പടച്ച റബ്ബിൻ്റെ അടുത്തേക്ക് പോകും. ഇന്ത്യയിൽ നമ്മൾ പൗരത്വം വേണ്ടി വെച്ചാലും നമുക്ക് അത് കുറച്ച് കാലത്തേക്ക് നമുക്കത് ഉപകാരപ്പെടുകയുള്ളൂ. നമ്മളിവിടെ ജീവനോടെ ഉള്ള കാലത്ത് മാത്രമാണ് നമുക്കതിനെ കൊണ്ടുള്ള പ്രയോജനവുമുള്ളൂ. അപ്പോൾ നമ്മൾ പൂരിപ്പിക്കേണ്ട വലിയ ഒരു ഫോമാണ് ഇത്. പടച്ച റബ്ബിൻ്റെ കോടതിയിൽ, പടച്ച റബ്ബിൻ്റെ മുന്നിൽ നമുക്ക് സ്ഥാനമുണ്ടോ? അവിടെ നമുക്ക് പൗരത്വമുണ്ടോ? മുത്ത് ഹബീബ് നമ്മളെ സ്നേഹിക്കുമോ? നമുക്ക് നാളെ മഹ്ശറയിൽ വെച്ചിട്ട് ഒരു കിതാബ് കിട്ടാനില്ലേ, ഏടുകൾ. ആ ഒരു ഏടുകൾ എങ്ങനെയായിരിക്കും? അവിടെ നമുക്ക് പടച്ച റബ്ബിൻ്റെ മുന്നിൽ വിജയിക്കാൻ കഴിയുമോ? പൗരത്വം കിട്ടുമോ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മൾ ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം മരണത്തെക്കുറിച്ച് ഓർക്കണം? നമ്മൾ ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് ഇന്ത്യയിൽ പൗരത്വം കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ഏത് നിമിഷവും പടച്ച റബ്ബിൻ്റെ മുന്നിൽ പോവാൻ റെഡിയായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ നാളത്തേക്ക് മാറ്റിവെക്കാതെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. പടച്ച റബ്ബിൻ്റെ പൗരത്വത്തിൽ നമുക്ക് പൗരത്വം കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ വിജയിക്കാനായിട്ട് നമ്മൾ ഈ ദുനിയാവിൽ നമ്മുടെ മുത്ത് ഹബീബിൻ്റെ ജീവിതചര്യ പിൻപറ്റി ജീവിക്കുകയും ചെയ്യുക. പടച്ച റബ്ബ് പറഞ്ഞതൊക്കെ നമ്മൾ അനുസരിക്കുകയും ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്യുക. ദിവസവും അള്ളാഹു റബ്ബി എന്നുള്ള ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കുക. അതുപോലെ ദിവസം ഒരു 100 സലാത്തെങ്കിലും നമുക്ക് വേണ്ടി നമ്മൾ ചൊല്ലുക. അതുപോലെ നമ്മൾ ഖുർആൻ പാരായണം അധികരിപ്പിക്കുക. മുൽക്ക് സൂറത്ത് ഡെയിലി ഒരു വട്ടമെങ്കിലും ഓതാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഖബറിലെ ശിക്ഷകളൊക്കെ അള്ളാഹു അകറ്റിത്തരും. അതിനുവേണ്ടി മുൽക്ക് സൂറത്ത് എല്ലാവരും പാരായണം ചെയ്യുക. നമ്മൾ ഖുർആനൊക്കെ പാരായണം ചെയ്ത് നിത്യവും പടച്ച റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. ഖബർ ശിക്ഷയെ തൊട്ടും നരകത്തെ തൊട്ടും നമ്മളെ കാത്ത് രക്ഷിക്കാൻ വേണ്ടി, നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ പൗരത്വം കിട്ടാൻ വേണ്ടി, സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്താലും നമ്മൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. പടച്ച റബ്ബേ, എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു അമലുകൾ നീ സ്വീകരിക്കണേ, ഇബാദത്തുകൾ സ്വീകരിക്കണേ എന്ന്. അതിലെന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയെങ്കിൽ നീ പൊരുത്തപ്പെട്ട് തരണേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ എന്ത് ഖുർആൻ ഓതുമ്പോഴും അത് പടച്ച റബ്ബിന് വേണ്ടി ഓതണം. അള്ളാഹു നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്, നീ സ്വീകരിക്കണേ എന്നുള്ള മനസ്സോടെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും പടച്ച റബ്ബിൻ്റെ കോടതിയിൽ പൗരത്വം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.